गुड मॉर्निंग माय डियर चिल्ड्रन। तो हम हमारा रिवीजन शुरू करते हैं। तो हमारा 2 रिवीजन हो चुका है। फर्स्ट लेसन एंड सेकंड लेसन। नाउ वी विल गो टू द थर्ड लेसन, शिष्टाचार। व्हाट इज दैट? शिष्टाचार, गुड बिहेवियर. ഓക്കെ, റിവിഷനാണ്, അതുകൊണ്ട് മിസ് മലയാളത്തിൽ പെട്ടെന്ന് പറഞ്ഞു പോകും. മക്കൾ ചെയ്യേണ്ടത് മിസ്സിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം ടെസ്റ്റ് ഒരു 3-4 പ്രാവശ്യം നന്നായിട്ട് വായിക്കണം. അതിനുശേഷം നമ്മൾ തന്ന നോട്ടുണ്ടല്ലോ, നോട്ട്സ് റഫ് ബുക്കിൽ എഴുതി പഠിക്കണം. 3 times എങ്കിലും നിങ്ങൾ എഴുതി പഠിച്ചിരിക്കണം. അത് പറഞ്ഞുകൊണ്ട് വേണം എഴുതാൻ, പറയാതല്ല എഴുതേണ്ടത്, പറഞ്ഞുകൊണ്ട് എഴുതുകയും വേണം. ഓക്കെ, നൗ വി വിൽ സ്റ്റാർട്ട്. ഓക്കെ, ശിഷ്ടാചാർ, ഗുഡ് ബിഹേവിയർ. ഗുഡ് ബിഹേവിയറിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് ഗുഡ് ബിഹേവിയർ, എങ്ങനെയാണ്? അപ്പം ഇവിടെ ഇതൊരു വാർത്താലാപമാണ്, കോൺവെർസേഷൻ. ഒരു അമ്മയും മകനും തമ്മിലുള്ള കോൺവെർസേഷനാണിത്. ആ അമ്മ മകന് പറഞ്ഞു കൊടുക്കുന്നു എന്തൊക്കെയാണ് ഗുഡ് ബിഹേവിയർ, നല്ല സ്വഭാവം എന്താണ്, നല്ല സ്വഭാവം ഉണ്ടാവാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സോ സ്റ്റാർട്ട്. കീപ് ദ ഫിംഗർ ദയർ. 2 लड़के आपस में लड़ते हुए एक दूसरे का अपशब्द कह रहे थे. एक व्यक्ति उधर से जाता हुआ उन्हें समझाने लगता है. उस पर वे लड़के उससे भी कठोर और अशिष्ट बातें कहने लगे. यह सब एक माँ और बेटा दूर खड़े देख रहे हैं. आइए उनका वार्तालाप पढ़ते हैं. When the lesson is starting, we will see a scene. 2 लड़के, 2 boys are quarreling with each other. It's a man and he came near to them and says to don't quarrel. Then what they do? They shouted the elder one. These scenes are seeing one mother and his son. ഇത് ഒരു അമ്മയും മകനും കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. 2 ആൺകുട്ടികൾ തമ്മിൽ ചീത്ത പറഞ്ഞുകൊണ്ട് വഴക്കിടുന്നു. ഇച്ചിരി പ്രായമുള്ളൊരു വ്യക്തി അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. അങ്ങനെ ചെയ്യരുതെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ നേരെയും ഇവർ വഴക്കുറേ ഷൗട്ട് ചെയ്യുന്നു, ഉച്ചത്തിൽ സംസാരിക്കും. ഇത് ഒരമ്മയും മകനും കൂടെ കണ്ടു. ഇനി അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. വിനയ്, മകൻ്റെ പേര് വിനയ് എന്നാണ്, പിന്നെ അവൻ്റെ അമ്മയും. മാം, ഏ ലഡ്കെ കിസ് പ്രകാർ ബാത് കർ രഹേ ഹേ, ऐसे बोलना क्या अच्छा लगता है? माम, नहीं बेटा, ऐसे कभी नहीं बोलना चाहिए. जो बच्चा ऐसे बोलते हैं उसे आप सब തിരസ്കാർ की नज़र से देखते हैं. വിനയ് അമ്മയോട് ചോദിക്കുകയാണ്, എന്താ അമ്മയെ കുട്ടികൾ ഇങ്ങനെ സംസാരിക്കുന്നത് നല്ലതാണോ? അമ്മ പറയും അല്ല, നെഹി മീൻസ് അല്ല, അങ്ങനെ ഒരിക്കലും ചെയ്യുവാൻ പാടില്ല. ഇനി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ വർത്തമാനം ചെയ്യുകയാണെങ്കിൽ ആ ആൾക്കാരെ എന്താ ചെയ്ത്? സബ് തിരസ്കാർ की नज़र से. എന്താണ് തിരസ്കാർ എന്ന് വെച്ചാൽ? എന്താണ്? നമ്മൾ അവജ്ഞയോടുകൂടിയാണ് അവരെ നോക്കുന്നത് എന്ന് അമ്മ പറഞ്ഞ് കൊടുക്കുന്നു. ആരും അങ്ങനെയുള്ള കുട്ടികളെ ഇഷ്ടപ്പെടില്ല. विनय, हमें बातचीत में किन किन बातों का ध्यान रखना चाहिए? बेटा, आपस में तथा बड़ों के साथ बात तथा व्यवहार करने के कुछ नियम हमारे समाज में बनाए गए हैं. क्या तुम उन्हें जानना चाहोगे? नेक्स्ट വിനയൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. हमें बातचीत किन किन बातों का ध्यान रखना चाहिए. നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അപ്പം അമ്മ പറയുകയാണ്, നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ സമാജത്തിൽ, നമ്മുടെ സമൂഹത്തിൽ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താ, നിനക്കതറിയുവാൻ താല്പര്യം ഉണ്ടോ? വിനയ്, ഹാ മാം, മേ അവശ്യ ജാനന ചാഹൂങ്ക. അതേ അമ്മേ, എനിക്ക് തീർച്ചയായും അതറിയുവാനായിട്ട് ആഗ്രഹമുണ്ട്. മാം, तो सुनो, എങ്കിൽ നീ കേട്ടുകൊള്ളൂ. हमेशा बड़ों का सम्मान करना चाहिए. उनसे आदर सूचक शब्दों में बात करनी चाहिए. यदि वे कोई ऐसी बात कह दे जो अच्छी न लगे तो बड़ी युक्ति से उन्हें अपनी बात समझानी चाहिए. मित्रों के साथ भी परस्पर वार्तालाप में कटाक्ष अथवा व्यंग्यपूर्ण भाषा का प्रयोग कदापि नहीं करना चाहिए. ഇനി അമ്മ മകന് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ഇതാണ്. എന്താണ്? ഹമേശ ബഡോം കാ ആദർ കർണ ചാഹിയെ. ഓൾവേസ് വി വിൽ റെസ്പെക്ട് അവർ എൽഡേഴ്സ്. നമ്മളുടെ എൽഡേഴ്സിനെ നമ്മളെപ്പോഴും റെസ്പെക്റ്റ് ചെയ്യണം. മാത്രമല്ല, വെൻ വി ടോക്ക് ടു ദം വി വിൽ യൂസ് ദ റെസ്പെക്റ്റ്ഫുൾ വേർഡ്സ്. നമ്മൾ അവരോട് സംസാരിക്കുമ്പോഴും എന്താണ് ചെയ്യേണ്ടത്? റെസ്പെക്റ്റ് ഉള്ള വാക്കുകൾ, ആദരവുള്ള വാക്കുകളോടുകൂടി വേണം നമ്മൾ അവരോട് സംസാരിക്കാൻ. ചില സമയത്ത് നമ്മൾ സംസാരിച്ചു, അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല, അവർക്ക് നമ്മളുടെ വർത്തമാനം ഇഷ്ടപ്പെടാൻ വരുമ്പം ചൂടാവും.
പക്ഷെ അങ്ങനെ അവർ ചെയ്താലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സംയമനം, വി വിൽ ബിക്കെയിം കാം ആൻഡ് ക്ലിയർ വാട്ട് വി സേ ടു ദം. എന്നിട്ട് ക്ലിയർ ചെയ്ത് പറയണം, ഞങ്ങൾ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത് എന്ന് സമാധാനത്തോടു കൂടി അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. ഇനി അടുത്തത്, നമ്മൾ കൂട്ടുകാരോട്, ചില ആൾക്കാരുണ്ട് കൂട്ടുകാരോട് സംസാരിക്കുമ്പോൾ അവരെ പരിഹസിക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യുവാൻ പാടില്ല. ഇറിറ്റേറ്റ് ചെയ്യുകയോ കൂട്ടുകാരെ കളിയാക്കി സംസാരിക്കുകയോ ഒരിക്കലും ചെയ്യുവാൻ പാടില്ല. കാരണം നമ്മളെപ്പോലെ തന്നെയാണ് അവർ. ചിലവർക്ക് ചില കുറവുകളുണ്ടാകാം, ചിലവർ നല്ല ഇതായിരിക്കാം. പക്ഷെ ഒരിക്കലും അവരുടെ കുറവുകളെക്കുറിച്ചോ അല്ലെങ്കിൽ അവർ സംസാരിക്കുന്ന രീതിയെക്കുറിച്ചോ അവരെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? കളിയാക്കാൻ പാടില്ല. മസാക് നഹി കർനാ ചാഹിയെ. ഓക്കെ, നെക്സ്റ്റ്, വിനയ് ഏ ആദർ സൂചക് ശബ്ദ കോൺ സേ ഹോത്തെ ഹേ? അപ്പം വിനയിൻ്റെ അടുത്ത ശബ്ദം നേരത്തെ പറഞ്ഞു, ബഡോം സെ ആദർപൂർവ ശബ്ദ സെ ബാത് കർനാ ചാഹിയെ. तो ഈ ആദർപൂർവ ശബ്ദ ക്യാ ഹേ? കോൺ സാ ഹേ? ഈ ആദരസൂചക ശബ്ദം എന്ന് പറയുന്നത് എന്താണ്? അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്. छोटों को तुम कहकर और बड़ों को आप कहकर संबोधित करना चाहिए. जब भी कोई दो व्यक्ति आपस में बात कर रहे हो तो अचानक बीच में चले जाना, उनकी बातें सुनना और बीच में बोलना अशिष्टता है. അമ്മ പറയാണ്, മെയിനായിട്ട് 2 ആദരസൂചക ശബ്ദങ്ങളാണ്. ഹമാരെ ചോട്ടേ ഹോത്തോ, എങ്ങർവണ്ണാണെങ്കിൽ അവയെ എന്താണ്? തും, നിങ്ങൾ. നമ്മൾ ഓൾറെഡി നിങ്ങൾക്കറിയാം, നമ്മൾ ഒരാളുടെ പേര് ചോദിക്കുമ്പോൾ തുമ്ഹാരാ നാം ക്യാ ഹേ, തും ക്യാ കർത്തേ ഹോ, നിങ്ങളുടെ പേരെന്താണ്, നിങ്ങളെന്താണ്, അല്ലാതെ തൂ അല്ല യൂസ് ചെയ്യേണ്ടത്. തൂ എന്ന് പറയുന്നത് നീയാണ്. നിൻ്റെ പേരെന്താണ്? അപ്പം നമുക്കതിനൊരു അരോചകം. അപ്പം നമ്മുടെ ഇളയവർ ആണെങ്കിൽ പോലും നമ്മൾ എന്ത് യൂസ് ചെയ്യണം? തും എന്നുള്ള വാക്കാണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. ഇനി നമ്മളുടെ എൽഡർ വൺ, മൂത്തവരാണെങ്കിലോ ആപ് കഹിയേ, താങ്കൾ പറഞ്ഞാലും. തും നിങ്ങളാണെങ്കിൽ ആപ് താങ്കളാണ്. റെസ്പെക്റ്റ്ഫുൾ വേർഡ്സ് ആണ് അവിടെ വരുന്നത്. അപ്പം മനസ്സിലായല്ലോ? അത് രണ്ടുമാണ് നമ്മൾ ചെയ്യേണ്ടത്. നെക്സ്റ്റ്, പിന്നെ അമ്മ പറഞ്ഞു കൊടുത്തത് എന്താണ്? आपस में बात कर रहे हो तो अचानक बीच में चले जाना, उसकी बातें सुनना और बीच में बोलना अशिष्टता है. ഇനി 2 വ്യക്തികൾ തമ്മിൽ സംസാരിക്കുകയാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമ്മൾ എന്താ, അവർ പറയുന്നത് ശ്രദ്ധാപൂർവം കേൾക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോവുകയോ അവർ പറയുന്നതിൻ്റെ ഇടയ്ക്ക് കയറി സംസാരിക്കുകയോ ചെയ്യുവാൻ പാടില്ല. അവരെന്താണോ പറയുന്നത് അത് നമ്മൾ എന്താണ്, കെയർഫുള്ളായിട്ട് കേട്ടുകൊണ്ടേ ഇരിക്കുക. അല്ലാതെ എനിക്ക് പറ്റത്തില്ല, അല്ലെങ്കിൽ നമ്മൾ അവർ സംസാരിക്കുന്ന സമയത്ത് വേറെ സ്ഥലത്തോട്ട് നോക്കി നിൽക്കുക, അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യുവാനായിട്ട് പാടില്ല. വിനയ് മാ മേരെ കൈ മിത്ര അപ്നെ നോക്കറും സെ ബഹുത് ബുരി തരഹ ബോൾത്തെ ഹേ. പിന്നെ അടുത്ത അവൻ്റെ സംശയം ഇതാണ്, എൻ്റെ കൂട്ടുകാരന്മാർ കുറേ പേരുണ്ട്, അവരുടെ വീട്ടിൽ സെർവൻസ് ഉണ്ട്, അവരോടെല്ലാം വളരെ ചീത്ത രീതിയിലാണ് പെരുമാറുന്നത്, ബാഡായിട്ടുള്ള രീതിയിലാണ് അവരോട് പെരുമാറുന്നത്, അത് ശരിയാണോ? माँ एक बहुत बुरी बात है, अपने नौकरों को सदा प्रसन्न रखना चाहिए, उन्हें डांटना टपटना नहीं चाहिए. എന്താണ്, ഒരിക്കലും നമ്മുടെ വേലക്കാരോട്, സെർവൻസിനോട് നമ്മൾ അപമര്യാദയായിട്ട് പെരുമാറുവാനായിട്ട് പാടില്ല. അവരെ എന്തും ചെയ്യാനും പാടില്ല. डांटना टपटना नहीं चाहिए. അവരെ നമ്മൾ ആവശ്യമില്ലാതെ വഴക്ക് പറയുവാനും പാടില്ല. അവരും നമ്മളെപ്പോലുള്ള മനുഷ്യരാണ്. അപ്പം അവരെ നമ്മൾ നിന്ദിക്കുവാൻ പാടില്ല. ഇവിടെ 3 ക്വസ്റ്റ്യൻ വന്നു നമുക്ക്. ഒന്നെന്താണ്, ബഡോം സെ കൈസെ ബാത്ചീത് കർണാ ചാഹിയെ, മൂത്തവരോട് നമ്മൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? എന്തായിരിക്കും ആൻസർ? ബഡോം സെ എങ്ങനെയാണ്? ബഡോം കോ സമ്മാൻ കർണാ ചാഹിയെ और उनसे ആദർ സൂചക് ശബ്ദോं में बात करना चाहिए. നമ്മളവരെ ആദരിക്കണം, പിന്നെ ആദരവുള്ള ശബ്ദത്തോടു കൂടി അവരോട് സംസാരിക്കുകയും ചെയ്യണം. അടുത്തത് എന്താണെന്ന് പറഞ്ഞത് നോക്കിയേ. ഈ ആദർ സൂചക് ശബ്ദ കോൺ സേ ഹേ, ആദർ സൂചക് ശബ്ദം എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ആദർ സൂചക് ശബ്ദ തും और आप ഹേ. തുമ്മും ആപ്പുമാണ് ആദർ സൂചക് ശബ്ദം എന്ന് പറയുന്നത്. അടുത്തത് നോക്കറോം സെ കൈസെ വ്യവഹാർ കർണാ ചാഹിയെ, നമ്മുടെ സെർവൻസിനോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്? എങ്ങനെയാണ്? നോക്കറോം സെ ഹമേശ പ്രസന്ന രഖ്നാ ചാഹിയെ, നോക്കറോം കോ ഹമേശ പ്രസന്ന രഖ്നാ ചാഹിയെ और उसे डांटना टपटना नहीं चाहिए. എപ്പോഴും അവരെ സന്തോഷത്തോടെ വെക്കണം. മാത്രമല്ല എന്താണ്, ഒരിക്കലും അവർ വഴക്ക് പറയുവാനും പാടില്ല. നമുക്ക് വേണ്ടിയിട്ട് അവർ ജോലി ചെയ്യുന്നത് അല്ലേ? ഓക്കെ, നെക്സ്റ്റ്, വിനയ് മാം
കൽ ചാച്ചാജി കാ മിത്ര ഉൻസെ നാരാസ് ക്യോം ഹോ ഗയാ. ഇനി അതിൻ്റെ തലേ ദിവസമുള്ളൊരു സംഭവത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ഇന്നലെ എന്തിനാണ് ചാച്ചാജി ചിറ്റപ്പനോട് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ പിണങ്ങിയത് അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടത്? നാരാസ് ഹോന മീൻസ് ദേഷ്യപ്പെടുകയാണ്. माँ बेटा इसमें तुम्हारे चाचा जी की ही गलती है. एक तो वे बार बार आत्म प्रशंसा कर रहे थे, दूसरा उनकी बातचीत का ढंग ऐसा था जिसमें उनके मित्र को अपमान की झलक दिखाई दे रही थी. तुम्हारा चाचा भी अपने अधिकार के अभिमान में यह भूल गया था कि वे अपने मित्र के बात कर रहे हैं. उन्होंने उन्हें कुछ कठोर शब्द भी कह दिए थे. इस प्रकार उनका व्यवहार अशिष्ट हो गया. അപ്പം അമ്മ പറയാണ്, അത് മോനെ നിൻ്റെ ചിറ്റപ്പൻ്റെ കയ്യിലുള്ള കുഴപ്പം തന്നെയാണ്. കാരണം അദ്ദേഹം സംസാരിക്കുന്നതിനിടയിൽ ആത്മപ്രശംസ സ്വന്തമായിട്ട് പ്രൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറയും പൊങ്ങച്ചം പറയുക, അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ സംസാരിച്ചപ്പോൾ എന്താ, തൻ്റെ കൂട്ടുകാരനോടാണ് താൻ സംസാരിക്കുന്നതെന്ന് പോലും മറന്നുപോയിക്കൊണ്ട് ഇച്ചിരി രൂക്ഷമായ രീതിയിൽ സംസാരിക്കുകയും ചെയ്തു. അങ്ങനെയൊന്നും ചെയ്യുവാനായിട്ട് പാടില്ല, അത് നല്ല കാര്യം അല്ല എന്ന് പറഞ്ഞു. विनय माम चाचा जी तो इतने बड़े हैं, उन्हें ये बात किसी ने नहीं सिखाई. അമ്മേ ചാച്ചാജി എന്ന് പറയുന്നത് ഇത്രയും വലിയ ആളല്ലേ, എന്നിട്ടും അദ്ദേഹത്തിന് ഇതാരും പഠിപ്പിച്ചു കൊടുത്തില്ലേ? माँ बेटा बुद्धिमान मनुष्य तो ये सब बातें पढ़कर या सुनकर सीख जाते हैं. कोई अपने गुरु से सीखता है, कोई अपने माता पिता से, किंतु कुछ लोग ऐसे होते हैं जो जानते हुए भी शिष्ट व्यवहार की इन बातों का ध्यान नहीं रखते और अशिष्ट व्यवहार करते हैं. ഇനി അമ്മ പറയുകയാണ്, മക്കളെ ബുദ്ധിമാനായിട്ടുള്ള ആൾക്കാരോട് നമ്മളിതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അവർ എന്താണ്, സ്വമേധയാ പഠിക്കുകയാണ്. പിന്നെയോ ചില കാര്യങ്ങൾ നമ്മൾ ഗുരുനാഥന്മാരിൽ നിന്ന് പഠിക്കുന്നു, ചില കാര്യങ്ങൾ നമ്മളുടെ അച്ഛനും അമ്മയും പഠിപ്പിച്ചു തരുന്നു. ഇതൊക്കെ പോട്ടെ, അപ്പം സ്വയം പഠിക്കുന്നു, ഗുരുനാഥന്മാരിൽ നിന്ന് പഠിക്കുന്നു, അച്ഛനും അമ്മയിൽ നിന്നും പഠിക്കുന്നു. ഇങ്ങനെയൊക്കെ പഠിച്ചാലും ചില ആൾക്കാർക്ക് ഇതെല്ലാം അറിയാമെങ്കിലും അവർ നേരെ വിപരീതമായിട്ടാണ് പെരുമാറുന്നത്. അവർ അശിഷ്ട, ഗുഡല്ല, ബാഡ് ബിഹേവിയർ ആയിട്ട് മാറുന്നു. അത് അവരുടെ ഒരു സ്വഭാവമാണ്, നമുക്കൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കില്ല. മാ മുझे कुछ और बातें बताओ. അമ്മ എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു തരിക. मैं उन्हें सदा याद रखूंगा, मैं अशिष्ट नहीं कहलाना चाहता. ഞാൻ അതെല്ലാം ഓർമ്മ വെച്ചോളാം, ഞാൻ ഒരിക്കലും ചീത്ത, ബാഡ് ബിഹേവിയർ ഉള്ള കുട്ടിയാണെന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. മാ बेटा जब तक बहुत ही आवश्यक न हो किसी की जाति, धर्म, पेशा आदि नहीं पूछना चाहिए. जब किसी से कोई प्रश्न पूछे तो प्रश्नों की चड़ी लगाना ठीक नहीं. जब किसी से कुछ मांगे तो कृपया शब्द का प्रयोग करे. जब किसी से कुछ लो अथवा काम कराओ तो उसका धन्यवाद अवश्य करो. आपस में बातचीत करते समय क्रोध को अवश्य रोकना चाहिए. यह हमारा सबसे बड़ा शत्रु है. यदि क्रोध न रुके तो मौन धारण करना ही ठीक होता है. ഇനി അമ്മ പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇതാണ്. നമ്മൾ ഒരാളുമായിട്ട് സംസാരിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഒരിക്കലും അയാളുടെ ജാതി, ധർമ്മ, പേശ, ജാതി എന്താണ്, റിലീജിയൻ, കാസ്റ്റ്, ജാതി എന്ന് പറയുന്ന കാസ്റ്റാണ്, ധർമ്മ റിലീജിയനാണ്, പേശ ജോബാണ്. ഈ കാര്യങ്ങൾ ഒരിക്കലും ചോദിക്കുവാനായിട്ട് പാടില്ല. നിൻ്റെ ജോലി എന്താണെന്ന് ചോദിക്കേണ്ട കാര്യമില്ല, നിൻ്റെ മതം ഏതാണെന്ന് ചോദിക്കേണ്ട കാര്യമില്ല, നീ ഏത് വിഭാഗത്തിൽപ്പെടുന്നു എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിക്കുവാൻ പാടില്ല. പിന്നെയോ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു ഉടനെ ചില ആൾക്കാർക്കുണ്ട്, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതെപ്പോൾ സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു, അപ്പം ചടി അതിൻ്റെ വേരിലേക്ക് പോവുക. അങ്ങനെ പോകേണ്ട കാര്യമൊന്നുമില്ല. നമ്മളോട് അവരെന്താണോ പറയുന്നത് അത് നമ്മൾ കേൾക്കുക, അതിനുള്ള ആൻസർ പറയുക. അല്ലാതെ ചോദിച്ചു കഴിഞ്ഞ് പിന്നെ മറുചോദ്യം ചോദിച്ചാൽ അങ്ങനെ പോകേണ്ട കാര്യവും ഇല്ല. പിന്നെയോ ജബ് കിസി സെ കുച്ച് മാംഗേ തോ, ഇനി നമുക്ക് മറ്റുള്ളവരോട് എന്തെങ്കിലും നമുക്ക് ചോദിക്കണം, നമുക്ക് ആവശ്യമാണ്. തോ വി വിൽ യൂസ് ദെയർ കൃപയ. കൃപയ മീൻസ് പ്ലീസ്. പ്ലീസ് എന്നുള്ള ശബ്ദം നമ്മൾ അവിടെ യൂസ് ചെയ്യണം. ഇനി നമ്മൾ അതെല്ലാം അയാളുടെ കയ്യിൽ നിന്ന് മേടിച്ചെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ആ സാധനം തിരിച്ചു കൊടുക്കുകയാണ്. തീർച്ചയായും നമ്മൾ എന്ത് പറയണം? താങ്ക് യു, ധന്യവാദ് പറഞ്ഞിരിക്കണം. ഇത് രണ്ടും എപ്പോഴും നമ്മൾ ഓർത്തിരിക്കുകയും വേണം. പിന്നെയോ ആപ്പസ് മേ ബാത്തേ കർത്തേ വഖ്ത് तो we will chat with each other or talk with each other. Never become hungry. Angry ആകാൻ പാടില്ല. Never became angry. ഒരിക്കലും ദേഷ്യപ്പെടുവാനായിട്ട് പാടില്ല. If we became angry, നമുക്ക് ദേഷ്യം വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? We will become calm and quiet.
ബി സൈലൻറ്റ്, ദാറ്റ് ഈസ് വെരി ഗുഡ്. നമ്മൾ എന്ത് ചെയ്യണം? മിണ്ടാതെ ഇരിക്കുക. അതാണ് ഏറ്റവും നല്ല മാർഗം. ദേഷ്യം വന്നാൽ കൺട്രോൾ ചെയ്യുക. കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ് വേണ്ടത്. നെക്സ്റ്റ്, विनय माँ मेरा मित्र सजीव है ना, वह इतना रुक रुक कर बातें करता है कि मन उछट जाता है, क्या इस तरह बात करना ठीक होता है? അമ്മ, എനിക്കൊരു കൂട്ടുകാരനുണ്ട്, അവൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇങ്ങനെ നിർത്തിയേ പറയുള്ളൂ. അങ്ങനെ പറയുന്നത് നല്ലതാണോ? അത് കേട്ടാൽ തന്നെ ഒരു അരോചകമായി മാറും. അത് നല്ലതാണോ? മാം, नहीं बेटा, यह टंग ठीक नहीं, और हाँ, इस बात का भी ध्यान रखना चाहिए कि बोलने वाला बहुत देर तक अपनी ही बात न सुनाता रहे, जिससे दूसरों को बोलने का मौका ही न मिले और वे ऊब जाए. और हाँ, एक बात और जो तुम्हारे लिए विशेष महत्वपूर्ण है, वह तो मैं बताना ही भूल गई. അപ്പം അമ്മ പറയും, ഇല്ല മോനെ, അങ്ങനെ നിർത്തി സംസാരിക്കുന്നത് നല്ലതല്ല. പക്ഷെ വിക്കുള്ളവരുണ്ട്, അതിൻ്റെ കാര്യമല്ല പറയുന്നത്. ചിലവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, നിർത്തിയിട്ട് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് പിന്നെ സംസാരിക്കും. അതൊരിക്കലും ചെയ്യുന്നത് നല്ലതല്ല. നമ്മൾ സംസാരിക്കുന്നത് കണ്ടിന്യൂസ് ആ പോയിന്റ് അങ്ങ് പറഞ്ഞു തന്നെ പോകുക. അതിൻ്റെ ഇടയ്ക്ക് സംസാരിക്കേണ്ട കാര്യമൊന്നും ഇല്ല. പിന്നെ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മറ്റൊരാൾക്ക് നമ്മൾ രണ്ടുപേരും സംസാരിക്കും. ഇപ്പോൾ ഈ ഒരാൾ തന്നെ സംസാരിക്കുകയും ചെയ്യാൻ പാടില്ല. നമ്മൾ പറയേണ്ട കാര്യം കുറച്ച് പറഞ്ഞു നിർത്തിയിട്ട് മറ്റേ ആൾക്ക് പറയാനുള്ള സമയം നമ്മൾ കൊടുക്കുകയും വേണം. ഇനി വേറൊരു കാര്യമുണ്ട്, അത് നിന്നോട് ഞാൻ പറയാൻ മറന്നുപോയി. അതെന്താണെന്ന് ഞാനിപ്പോൾ പറഞ്ഞത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നോക്കി, അതെന്താണ്? വിനയ്, കോൺസി ബാത് മാ, എന്താണ് അമ്മ ആ കാര്യം? വാട്ട് ഈസ് ദ മാറ്റർ? മാ, बेटा गुरु का आदर करना चाहिए, उनकी प्रत्येक बात एकाग्र होकर ध्यान से सुननी चाहिए और अपने व्यवहार में ग्रहण करनी चाहिए. गुरु की निंदा कभी नहीं करनी चाहिए. അമ്മ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്, ബേട്ട ഗുരു കാ ആദർ കർണാ ചാഹിയെ. യു ഓൾവേസ് വാണ്ട് ടു ഡു, യു ഷുഡ് റെസ്പെക്ട് യുവർ ടീച്ചർ. നീ നിൻ്റെ ടീച്ചറിനെ എപ്പോഴും റെസ്പെക്റ്റ് ചെയ്യണം. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ഇറിറ്റേറ്റ് ചെയ്യാൻ പാടില്ല. നിന്ദ നെഹി കർണാ ചാഹിയെ. ഇറിറ്റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഹേറ്റ്, വെറുക്കാൻ പാടില്ല. നിനക്ക് വേണ്ടിയാണ് അവർ ചെയ്യുന്നത്, നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് അവർ പറഞ്ഞു തരുന്നത്. അപ്പം അതെപ്പോഴും നിന്റെ മനസ്സിൽ ഉണ്ടാവുക തന്നെ വേണം. ജിസെ ദൂസരെ കോ अपने व्यवहार में ग्रहण करनी चाहिए. ഇനി വേ കുച്ച് കഹ ദേ തോ, ഗുരുക്കന്മാർ നമ്മളോട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ധ്യാൻ സേ സുന്ന, എന്ത് ചെയ്യണം? നമ്മൾ ഇൻട്രസ്റ്റോടു കൂടി അത് കേട്ടിരിക്കണം. അല്ലാതെ നമ്മുടെ ടീച്ചേഴ്സ് പറയുമ്പോഴത്തേക്കും അങ്ങോട്ടും നോക്കി ഇങ്ങോട്ടും നോക്കിയല്ല ഇരിക്കേണ്ടത്. അവരെന്താണോ നമുക്ക് പറഞ്ഞു തരുന്നത് അത് നമ്മൾ നല്ല ശ്രദ്ധയോടുകൂടി കേട്ട് ഇരിക്കണം. ഗുരുക്ക് നിന്ദ കബി നഹി കർണ, ഒരിക്കലും ഗുരുവിനെ നമ്മൾ നിന്ദിക്കുവാൻ പാടില്ല, കളിയാക്കുവാൻ പാടില്ല, ഇറിറ്റേറ്റ് ചെയ്യുവാനായിട്ട് പാടില്ല. പിന്നെ ഹാ മാം നെഹി തോ ഹം അച്ചി ബാത് കൈസി തീ, ഇല്ലമ്മേ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ നല്ല കാര്യങ്ങൾ എങ്ങനെയാണ് പഠിക്കുന്നത്? മാം ഏക് ബാത് ഓർ ബേട്ട, കബി ബി കിസി കി കൈസി ബി വസ്തു ഹോ ഉസ്കി അനുമതി കെ ബിന കബി ന ലോ. ഇനി മോനെ ഒരു കാര്യം കൂടെ ഉണ്ട്, ആരുടെയും ഒരു വസ്തു അയാളുടെ അനുവാദമില്ലാതെ നമ്മൾ എടുക്കുവാനായിട്ട് പാടില്ല. വി നീഡ് ദാറ്റ് ചീസ്, then what we do, we will ask the permission from the person. അയാളുടെ കയ്യിലുള്ള സാധനം നമുക്ക് വേണം. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവരോട് പെർമിഷൻ ചോദിക്കണം. ഞാൻ അതെടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ട് മാത്രമേ അതെടുക്കുവാൻ പാടുള്ളൂ. വിനയ് ജി മാ, അമ്മേ തീർച്ചയായും. माम अब मैं तुम्हें एक अच्छे नागरिक व्यवहार के बारे में बताती हूँ. अपने देश को सदा ऊंचा उड़ाने का प्रयत्न करना चाहिए. उसके लिए कुछ छोटी छोटी बातों पर ध्यान देना परम आवश्यक है. ഇനി മോനെ നിന്നോട് ഞാൻ ഒരു കാര്യം പറയാം. നല്ലൊരു നാഗരികൻ, നല്ലൊരു സിറ്റിസൺ ആകാൻ എന്തൊക്കെയാണ് വേണ്ടത് അത് ഞാൻ നിനക്ക് പറഞ്ഞുതരാം. എന്താണ്? അപ്പനെ ദേശ് കോ സദാ ഊഞ്ച ഉടാനെ കാ പ്രയത്നം കർണ ചാഹിയെ. നമ്മുടെ ദേശത്തെ എപ്പോഴും ഉയർത്തി നിർത്തുവാനുള്ള പ്രയത്നം നമ്മൾ ചെയ്യണം. ഒരിക്കലും നമ്മളുടെ ദേശത്തെ നിന്ദിക്കാൻ പാടില്ല. നമ്മളുടെ ദേശം എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ അഭിമാനം തന്നെ ഉണ്ടാവണം. അതിൻ്റെ യശസ് ഉയർത്തുവാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ നമ്മൾ ചെയ്യുകയും വേണം. പിന്നെയോ उसके लिए कुछ छोटी छोटी बातों पर ध्यान देना परम आवश्यक. അങ്ങനെ ചെയ്യുന്നതിന് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വക്യാമ, വിനീഷ് അതെന്താ അമ്മേ? മാ अपने देश की कभी निंदा न करो. ഒരിക്കലും നമ്മുടെ ദേശത്തെ എന്ത് ചെയ്യാൻ പാടില്ല? നിന്ദിക്കുവാൻ പാടില്ല. घर का कूड़ा सड़क पर फेंक कर
ഉൻഹെ ഗന്ദ മത് കരോ. ഇനി വീട്ടിലുള്ള വേസ്റ്റ് എടുത്ത് ചില ആൾക്കാർക്കുണ്ട് വീട്ടിലുള്ള വേസ്റ്റ് എല്ലാം കൂടെ കൊണ്ട് റോഡിൽ കൊണ്ട് തട്ടുക. അങ്ങനെ ഒരിക്കലും ചെയ്യുവാനായിട്ട് പാടില്ല. ജഗ ജഗ തൂക്കോ മത്. ഇനി ചില ആൾക്കാരുണ്ട് പോകുന്ന വഴിയിലെല്ലാം സ്പിറ്റ് ചെയ്യുക, തുപ്പുക. അങ്ങനെയും ചെയ്യുവാനായിട്ട് പാടില്ല. കിസി വസ്തുക്കോ അനാവശ്യക് തോടന ഫോടന നഹി ചാഹിയെ. പിന്നെയോ കാര്യമില്ലാതെ ഒരു സാധനവും തല്ലിപ്പൊട്ടിക്കുവാൻ പാടില്ല. ഏ സബ് ബാത്തേ ഹേ തോ ചോട്ടി ചോട്ടി. ഈ കാര്യങ്ങളെല്ലാം വളരെ ചെറുതാണ്. കിന്തു ഇൻഹെ ധ്യാൻ മേ രഖ്നെ സെ മനുഷ്യ ശിഷ്ട കാലാത്ത ഹെ. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ മനുഷ്യനെ നല്ലവൻ, ഗുഡ് എന്ന് നമ്മൾ പറയുകയുള്ളൂ. ഐസാ വ്യക്തി സ്വയം ഭി സുഖി രഹതാ ഹെ തഥാ ഓറോം കോ ഭി സുഖ് പഹുചാതാ ഹെ. അങ്ങനെയുള്ള മനുഷ്യൻ സ്വന്തമായിട്ടും ഹാപ്പി ആയിരിക്കും, മറ്റുള്ളവരെയും ഹാപ്പിയാക്കി ഇരുത്തുകയും ചെയ്യും. വിനയ माँ मैं प्रतिज्ञा लेता हूँ कि आपकी बताई हुई सब बातों को सदा व्यवहार में लाने की प्रयत्न करूँ. അമ്മേ, ഞാൻ ഇതാ ഇവിടെ അമ്മയോട് പ്രതിജ്ഞ ചെയ്യുകയാണ്. जो कुछ तुमने मुझसे सीखा वो मैं अपने याद में रखूँगा और ऐसे भी करूँगा. ഇപ്പം അമ്മ എനിക്ക് എന്തൊക്കെ പറഞ്ഞു തന്നോ അതെല്ലാം ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചോളാം, അതുപോലെ ഞാൻ പെരുമാറിക്കൊള്ളുകയും ചെയ്യാമെന്ന് ഞാൻ അമ്മയ്ക്ക് വാക്ക് തരികയാണ്. ഇതാണ് മക്കളെ ഇതിൻ്റെ അകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം എന്താണ്, നമ്മൾ എപ്പോഴും നല്ല സ്വഭാവമാണ്. വി ഓൾവേസ് ഡു ദ ഗുഡ് തിങ്സ്. നല്ല സ്വഭാവം വേണം, നല്ല കാര്യങ്ങൾ ചെയ്യണം. റെസ്പെക്റ്റ് അവർ എൽഡേഴ്സ്. നമ്മളുടെ മൂത്തവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. പിന്നെയോ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാമോ അതെല്ലാം നമ്മുടെ രാജ്യത്തിലേക്ക് നമ്മൾ ചെയ്തു കൊടുക്കുകയും ചെയ്യണം. ഇതൊക്കെയാണ് നമുക്കിതിൽ നിന്ന് കിട്ടുന്ന ഒരു നല്ല പാഠമെന്ന് പറയുന്നത്. ഇനി ശബ്ദാർത്ഥാണോ നോക്കിക്കേ, പെട്ടെന്ന് മിസ് പറഞ്ഞു പോവാണ്. ശിഷ്ടാചാർ ഗുഡ് ബിഹേവിയർ, വ്യവഹാർ ബിഹേവിയർ, വ്യംഗ്യ സർക്കാസം, തിരസ്കാർ ഇൻസൾട്ട്. അതായത് നല്ല സ്വഭാവം, ബിഹേവിയർ സ്വഭാവം, വ്യംഗ്യ കളിയാക്കുക, തിരസ്കാർ ഇൻസൾട്ട് ചെയ്യുക, മറ്റുള്ളവരെ നമ്മൾ അപമാനിക്കുക, അപശബ്ദ അബ്യൂസ് ചീത്തവാക്ക്, സമ്മാൻ റെസ്പെക്റ്റ് ആദരിക്കുക, ആത്മപ്രശംസ സെൽഫ് പ്രൈസ് സ്വന്തമായിട്ട് പുകഴ്ത്തി പറയുക, പ്രതിജ്ഞ പ്രോമിസ് പ്ലെഡ്ജ് അല്ലെങ്കിൽ നമ്മൾ അമ്മയ്ക്ക് വാക്ക് കൊടുക്കുക എന്ന് പറയില്ലേ, അതാണ്. വാർത്താലാപ് കോൺവെർസേഷൻ. എന്താണ് നമ്മുടെ വാർത്താലാപം എന്ന് വെച്ചാൽ കോൺവെർസേഷൻ അറിയാലോ, ഒരാൾ മറ്റൊരാളോട് സംസാരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിനാണ് പറയുക. പ്രയത്ന ട്രയൽ നമ്മൾ ശ്രമിക്കുക. നിന്ദ ക്രിട്ടിസൈസ് മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യുക, അങ്ങനെയാണ് ഇങ്ങനെയാണ് അത് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അശിഷ്ട അൺകൾച്ചേർഡ് നല്ല സ്വഭാവമല്ല എന്ന് വെച്ചാൽ നല്ല സംസ്കാരമില്ലാത്തതിനെയാണ് അൺകൾച്ചേർഡ് എന്ന് പറയുന്നത്. ഇനി വിലോം ശബ്ദം അതൊക്കെ നിങ്ങൾ നോക്കിക്കോണം കേട്ടോ. അപ്പം ഇനിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ നമ്മൾ നോട്ടിൽ എഴുതി തന്നിട്ടുണ്ട്, അതെല്ലാം നന്നായിട്ട് വായിക്കണം. വായിക്കുക മാത്രമല്ല റഫ് ബുക്ക് എടുത്തിട്ട് 3 times പറഞ്ഞുകൊണ്ട് എഴുതി പഠിക്കണം. ക്വസ്റ്റ്യൻ ആൻസറും അറിയാലോ. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് നോക്കാം. ബഡോങ്കെ സാത്ത് കൈസെ ബാത്ചീത് കർണി ചാഹിയെ. മൂത്തവരോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? ബഡോങ്കെ ആദർസൂചക് ശബ്ദോമേ ബാത്ചീത് കർണി ചാഹിയെ. ആദർസൂചക് ശബ്ദ കോൺസെ ഹോത്തെ ഹെ. ആദർസൂചക് ശബ്ദം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? തും അവർ ആപ്. നൗക്കറോങ്കെ സാത്ത് കൈസ വ്യവഹാർ കർണ ചാഹിയെ. നൗക്കറോങ്കെ സാത്ത് എങ്ങനെയാണ് നമ്മുടെ സർവൻസിനോട് നമ്മൾ പെരുമാറേണ്ടത്? എങ്ങനെയാണ്? ഉസെ ഹമേശ ഖുഷ് രഖ്ന ചാഹിയെ, ഉസെ ഡാഡ്ന ടപ്ന നഹി ചാഹിയെ. അപ്പോഴും അവരെ സന്തോഷിപ്പിച്ചിരിക്കണം, മാത്രമല്ല അവരെ വഴക്ക് പറയുവാനും പാടില്ല. ലോക് ശിഷ്ട വ്യവഹാർ കിസ്സെ സീഖ്തേ ഹെ. ആരിൽ നിന്നാണ് ശിഷ്ട നല്ല സ്വഭാവങ്ങൾ നമ്മൾ നേടിയെടുക്കുന്നത്? अपने गुरुओं से, अपने माता पिताओं से हम शिष्ट व्यवहार सीखते हैं. गुरु के साथ कैसा व्यवहार करना चाहिए? നമ്മുടെ ഗുരുക്കന്മാരോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്? ഗുരുക്കന്മാർ ആദർ സൂചക്, ആദർ പൂർവക് ഹം ഉസെ എന്താണ് വ്യവഹാർ കർണ ചാഹിയെ, ഉസെ ആദർ കർണ ചാഹിയെ. അവരെ നമ്മൾ ബഹുമാനിക്കണം. പിന്നെയോ जो कुछ वो कहते हैं ഏകാഗ്ര സെ ധ്യാൻ സെ സുന്ന ചാഹിയെ. അവരെന്തൊക്കെയാണ് നമ്മളോട് പറയുന്നത് അതെല്ലാം ശ്രദ്ധിച്ച് കേൾക്കണം. പിന്നെ അപ്പിനെ വ്യവഹാർ മേ ഗ്രഹ കർണി ഗുരു കി നിന്ദ കബി നഹി കർണ ചാഹിയെ. ഒരിക്കലും ഗുരുവിനെ നിന്ദിക്കുവാൻ പാടില്ല മക്കളെ. അപ്പം ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് വായിക്കുക, വായിച്ചിട്ട് എഴുതി പഠിക്കണം, മറക്കരുത്. നമ്മുടെ ആ ലെസൺ തീരുവാണ്. ധന്യവാദ്.